കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള പഠനം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എങ്ങനെയാണ് ഉപ്പ് അലിഞ്ഞില്ലാതായി ഒരു വിറ്റ്നസ്സായി മാറുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് വെളിച്ചം മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടത് എങ്ങനെയാണെന്നുമാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ കർത്താവ് ആരംഭിക്കാൻ പോകുന്നതിന് മുൻപുള്ള ഒരു ഇൻട്രഡക്ഷനായിട്ടാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കാണേണ്ടത്. അതായത് ഇനി മുൻപോട്ട് കർത്താവ് പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വലിയ റിവിഷനാണ്. അതായത് മോശയുടെ നിയമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പഴയ നിയമ പുസ്തകങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ എക്സ്പ്ലനേഷനാണ് കർത്താവ് ഇനിയുള്ള വാക്യങ്ങളിൽ നൽകുന്നത്. അതായത് കർത്താവ് മുൻപോട്ട് പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവതരണം കർത്താവ് നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. അപ്പോൾ കർത്താവിൻ്റെ ടീച്ചിങ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ഇത് ന്യായപ്രമാണത്തിൽ പറഞ്ഞതുപോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് ശിഷ്യന്മാരല്ലാത്തവർ, അതായത് പരീശന്മാരും സദൂക്യന്മാരും ഒക്കെ കർത്താവിനെ എതിർക്കാനുള്ള കാരണം കർത്താവ് പഠിപ്പിക്കുന്ന ഒന്നും ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞതുപോലെ അവർക്ക് അനുഭവപ്പെടുന്നില്ല. ദിസ് വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ സാമാന്യമായി ഉണ്ടാകാവുന്നൊരു സംശയമാണ് കർത്താവ് വന്നിട്ട് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കിക്കളയുകയാണോ എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് മുഴുവനും പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിൻ്റെയും കൊട്ടേഷൻസ് ഉപയോഗിച്ച് തന്നെയാണ് സുവിശേഷം പറയുന്നത്. പഴയ നിയമത്തിലെ പല കോട്ട്സും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, ഒരിക്കലും നീക്കുവാനല്ല വന്നത്, നിവർത്തിക്കുവാനാണ് വന്നത്. ഈ ന്യായപ്രമാണത്തെ നിവർത്തിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് സ്ഥാപിക്കുവാൻ ന്യായപ്രമാണം നിവൃത്തിയാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ കർത്താവ് വന്നത് ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിക്കുവാനാണെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം കർത്താവ് വരുന്നത് വരെയും ന്യായപ്രമാണം നിവൃത്തിയായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തോ ഫുൾഫിൽ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു. ന്യായപ്രമാണം എന്തിനെയോ പോയിൻ്റ് ചെയ്തിരുന്നു, അത് ഫുൾഫിൽ ചെയ്തിരുന്നില്ല, നിവൃത്തിയായിരുന്നില്ല. കർത്താവ് നിവൃത്തിയാക്കാൻ വന്നു, അപ്പോഴാണ് നിവൃത്തിയായത് എന്നുള്ളൊരു വ്യംഗ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ന്യായപ്രമാണം ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ന്യായപ്രമാണം മാത്രം എടുത്താൽ അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ നീതിയെ കാണിക്കുന്നില്ല. ന്യായപ്രമാണം ദൈവത്തിൻ്റെ നീതിയിലേക്ക് ഒരു ചൂണ്ടുപലകയായി നിൽക്കുന്നതേ ഉള്ളൂ. അതായത് നിവൃത്തിയാക്കപ്പെടേണ്ടതുണ്ട്, അത് ഫുൾഫില്ല് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പ്രമാണം തെറ്റല്ല, പ്രമാണം ഒരു ചൂണ്ടുപലകയാണ് ക്രിസ്തുവിലേക്ക്. ആ ക്രിസ്തു വരുമ്പോഴാണ് ന്യായപ്രമാണം നിവൃത്തിയാകുന്നത്. നീക്കിക്കളയുകയല്ല ചെയ്യുന്നത്, അത് നിവൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ന്യായപ്രമാണത്തെ നീക്കിക്കളയുന്ന പോലെ തോന്നുമെങ്കിലും കർത്താവ് പറയാണ്, ന്യായപ്രമാണവും പ്രവാചകന്മാർ നീങ്ങിപ്പോവുകയല്ല ചെയ്യുന്നത്. അവരെന്താണോ ഉദ്ദേശിച്ചത്, അവരെന്തിനെയാണോ ഉന്നം വെച്ചത്, അതിനെ ആ നിഴലുകൾ പൊരുളിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇതാണ് എന്ന് നിർവചിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അനുസരിക്കേണ്ട ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ ഉന്നതമായ, മനുഷ്യർക്ക് അസാധ്യമായ ആ വലിയ നീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. കർത്താവ് പറയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ന്യായപ്രമാണം ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല, അത് നിവൃത്തിയാകാൻ കാത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിലാണ് അതിൻ്റെ നിവൃത്തി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കർത്താവ് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് ജനങ്ങളോട് പറയുന്നത്, ന്യായപ്രമാണം നീക്കിക്കളയുക എന്നൊരു പരിപാടി ഒരിക്കലും നടക്കുകയില്ല. കാരണം ദൈവം തന്നതാണ്. എന്നാൽ ദൈവം തന്നത് യഥാർത്ഥ വചനമായ, യഥാർത്ഥ നീതിയായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനുള്ള മുന്നോടിയായിട്ടാണ് ന്യായപ്രമാണത്തെ തന്നത്. ഇന്ന് പലരും പുസ്തകങ്ങൾ, അതായത് ന്യായപ്രമാണത്തെ ആധാരമാക്കി എഴുതിയ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പല ആളുകളും അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. പുതിയ നിയമത്തിലുള്ള ഫുൾഫിൽമെൻറ്റിനെ കുറിച്ച് ഓർക്കാതെ തന്നെ പഴയ നിയമത്തെക്കുറിച്ച് പലരും പ്രസ്താവിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുകയാണ്. സങ്കീർത്തനങ്ങളെല്ലാം പഴയ നിയമ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണല്ലോ. 115 സങ്കീർത്തനം നമ്മൾ എടുക്കുകയാണെങ്കിൽ 115 സങ്കീർത്തനത്തിൻ്റെ അവസാന
ഇത് 2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്തുതിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ മറ്റ് പട്ടത്വ സഭകളോടൊക്കെ സംസാരിക്കുന്നൊരു വാക്യം. പക്ഷെ അവിടെ അങ്ങനെയല്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അടുത്ത വാക്യം: നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത്. അതായത് മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ മരിച്ചവരുമല്ല മൗനതയിലിറങ്ങിയവരുമല്ല, കാരണം നമ്മൾ എന്നേക്കും അവനെ വാഴ്ത്തും എന്നാണ്. അപ്പം അതിൽ ആ മറഞ്ഞിരിക്കുന്ന മർമ്മമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കർത്താവിനെ സ്തുതിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്നാണ്. അപ്പോൾ ഈ വാക്യങ്ങൾക്കെല്ലാം ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് സ്തുതിക്കാത്ത ഒരാളായിട്ട് മാറുകയില്ല. എൻ്റെ ആത്മാവ് കർത്താവിനോട് വിശ്രമിക്കുമ്പോൾ ഞാൻ അവനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് ലോകത്തിലുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ലോകത്തിലുള്ളവരുടെ പ്രാർത്ഥന കേൾക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ കർത്താവിൻ്റെ കൂടെ ഞാൻ ആത്മാവിൽ ആനന്ദിക്കുകയും അവൻ്റെ മഹത്വത്തെ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. കാരണം ഒരിക്കൽ കർത്താവിലാവുന്നവർ എപ്പോഴും കർത്താവിൽ തന്നെയാണുള്ളത്. മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അതിന് 16 വാക്യം നോക്കുമ്പോൾ തൊട്ടുമുമ്പുള്ള വാക്യം: സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു നിഴലാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന കാര്യം മാത്രമാണ് നമ്മളോട് സങ്കീർത്തനം പറയുന്നത്. എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഴൽ അടുത്ത വാക്യങ്ങൾ വരുമ്പം അങ്ങനെ അൺട്രാവൽ ചെയ്ത് വരികയാണ്. ബൈബിളിലെ പല വാക്യങ്ങളും അങ്ങനെയാണ്. ബൈബിളിലെ പല വാക്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യാഖ്യാനം തെറ്റിപ്പോകും എന്ന് മാത്രമല്ല, അത് ഭാഗികമായ സത്യങ്ങളിലേക്ക് മനുഷ്യരെത്തിക്കുകയും അവരെ ചതിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അനേകം വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ ആ വലിയൊരു രക്ഷയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ്. 73-ാം സങ്കീർത്തനം വരുമ്പോൾ ഇങ്ങനെയൊരു വാക്യമുണ്ട്. ഇതെല്ലാം പുതിയ നിയമം തന്നെയാണ്. ആ പുതിയ നിയമം പക്ഷേ നമ്മൾ അതിനകത്തുനിന്ന് ആത്മാവിൽ വ്യാഖ്യാനിച്ച് എടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 73:22: ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിൻ്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കിലിരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയിൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പോൾ വരാനിരിക്കുന്ന വലിയൊരു തേജസ്സിലേക്ക് കർത്താവ് എന്നെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പൊട്ടനായ എന്നെ, ഒന്നും അറിയാത്തവനായ എന്നെ, മൃഗം പോലിരിക്കുന്ന എന്നെ കർത്താവ് എന്ത് ചെയ്യും? വലങ്കൈക്ക് പിടിച്ച്. പഴയ നിയമത്തിലെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ കൈ പിടിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ന്യായപ്രമാണം എപ്പോഴും അങ്ങനെ പറയുന്നത്. നമ്മൾ അനുസരിക്കുക, നമ്മൾ ചെയ്യുക എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമാണ്, കർത്താവ് എൻ്റെ കൈ പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ്റെ ആലോചനയാൽ അവൻ എന്നെ നടത്തുകയും പിന്നത്തേതിൽ അവൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്തിനാണോ ആ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം മറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ രക്ഷയുടെ ആ നിഴലുകൾ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. അടുത്ത വാക്യം: സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിലും എനിക്ക് കർത്താവുണ്ട്, അവിടെ പോകുമ്പോഴും കർത്താവ് അവിടെയുണ്ട്, ഇവിടെ ഇരിക്കുമ്പോഴും കർത്താവ് ഇവിടെയുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ എനിക്ക് കർത്താവുണ്ട്, ഭൂമിയിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവും കർത്താവ് എനിക്കുണ്ട്. അപ്പോൾ ഈ ലോകത്തും ആ ലോകത്തും കർത്താവ് എൻ്റെ തലയായും രാജാവായും എൻ്റെ യജമാനായും ദൈവവുമായും വരുന്നതിനെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. അവൻ്റെ മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും പഴയ നിയമത്തെ ഇൻഡിപെൻഡൻ്റായ ഒരു കഥയായിട്ട് കാണാൻ പാടില്ല. കാരണം അത് നിവൃത്തി ആയതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ കാണുവാൻ. എല്ലാ വാക്യങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി, ആ മർമ്മം എന്താണെന്ന് കണ്ടെത്താതെ നമ്മളിതിനെ ഒരു ആക്ഷരികമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇന്ന് പല സഭകളിലും ക്രിസ്തു എന്ന ശബ്ദം പോലും ഉച്ചരിക്കപ്പെടുന്നില്ല. ഞാൻ പല സഭകളിലും അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ ഈ ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന ശബ്ദം പോലുമില്ല. അവിടെ തികച്ചും ഒരു സിനഗോഗ് വർഷിപ്പ് പോലെ പഴയ നിയമം എടുത്ത് പഴയ നിയമത്തിലെ പ്രോമിസസ് പറഞ്ഞ് പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ, അതായത് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ദേശത്തുമാനിക്കും, നിത്യജീവനിലേക്ക് നോക്കാതെ ദീർഘായുസിലേക്ക് നോക്കുന്ന, അതായത് ഞാൻ നേരത്തെ വായിച്ച സങ്കീർത്തനത്തിൽ 115-ാം സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ ഭാഗികമായൊരർത്ഥത്തിലേക്ക് നമ്മൾ എപ്പോഴും എത്തും. അതായത് 116-ാം വാക്യം പറയുന്നു, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാക്യം മാത്രം നമ്മൾ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ യഹോവയുടെ സാക്ഷികൾ പറയുന്ന പോലെ സ്വർഗം നമുക്കുള്ളതല്ല, ഭൂമി മാത്രമാണ് മനുഷ്യർക്കുള്ളത്. എന്താണ് പ്രശ്നം? നിഴലുകൾ നോക്കി വ്യാഖ്യാനിക്കുന്നു, പൊരുളിലേക്ക് വരുന്നില്ല. ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെന്ന് കർത്താവ് പറഞ്ഞ ആ പൊരുളിലേക്ക് വരാതെ നിഴലുകൾ മാത്രം കാണുമ്പോൾ യഹോവയുടെ സാക്ഷികൾ പറയുന്നൊരു ദുരുപദേശം ഭൂമി നമുക്കുള്ളതും സ്വർഗം ദൈവത്തിനുള്ളതുമാണ് എന്നുള്ളൊരു വേർതിരിവ് അവിടെ കാണുന്നു. അത് ഇവിടെ അങ്ങനെയുള്ള ഭാഗികമായ വ്യാഖ്യാനങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പലപ്പോഴും ഇന്ന് ചർച്ചകളിൽ പോയിരിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ പുതിയ നിയമ ഉപദേശം എന്താണെന്ന് പോലും അറിയാൻ
ചെയ്യാൻ പറ്റാതെ പഴയ നിയമത്തിലെ ഈ ആക്ഷരിക ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടേതെന്ന് വ്യാഖ്യാനിച്ച് ആ നിഴലുകളിൽ രസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ടീച്ചിങ്സ് കേൾക്കുമ്പോൾ അത് ആക്ഷരിക ഇസ്രായേലിനെക്കുറിച്ച്, ഐഹിക ഇസ്രായേലിനെക്കുറിച്ച് ഒരു വാക്കുപോലുമില്ല. ആ ഐഹിക ഇസ്രായേലിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ് മൊത്തം കർത്താവ് അത് ആത്മീകമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് പീലാത്തോസിനോട് സംസാരിക്കുമ്പോഴും കർത്താവ് പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല. ശിഷ്യന്മാരോട് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, വാളെടുക്കരുത്. അപ്പോൾ ഐഹികമായ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യരുത്. ഐഹികമായ കാണപ്പെടുന്ന വിസിബിളായ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല കർത്താവ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എസൻസ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ള ആ സംജ്ഞകളെ, ആ സൂചകങ്ങളെ ആത്മീകമായി വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ നിയമ പ്രസംഗങ്ങളുടെ അപകടം, അവിടെ ആലയം പണിയുന്നതും ഇങ്ങനെയൊക്കെയുള്ള അനേകം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രോസ്പെരിറ്റി തിയോളജി, സക്സസ് ദൈവശാസ്ത്രം, അതായത് അഭിവൃദ്ധിയുടെ ദൈവശാസ്ത്രം ഇന്ന് ഉപയോഗിക്കുന്നത് മിക്കതും ഈ പഴയ നിയമത്തിലെ രാജാക്കന്മാർക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളും പഴയ നിയമത്തിലെ ഉടമ്പടി അനുസരിച്ച് കൽപ്പന അനുസരിക്കുന്നവർക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളുമാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിൻ്റെ പുറമേ കാണുന്ന കൽപ്പനകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം പുറമേ ഉള്ളതാണെങ്കിലും അത് ദൈവരാജ്യത്തിന് നമ്മളെ യോഗ്യരാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ പുറമേയുള്ള അനുസരണം ഒരിക്കലും സ്വർഗപ്രവേശനത്തിന് നമ്മളെ സഹായിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യായപ്രമാണം ആരെയും നീതിമാന്മാരാക്കുന്നില്ല, കുറച്ച് നീതി പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പഴയ നിയമം എക്സ്ക്ലൂസീവായിട്ട് പഴയ നിയമം മാത്രം വായിക്കുമ്പോൾ അതിനകത്ത് പൂർണ്ണതയില്ല, ഫുൾഫിൽമെൻ്റ് ഇല്ല. അതുകൊണ്ട് ഇന്നുള്ള പഴയ നിയമ പ്രസംഗങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പഴയ നിയമ വാക്യം എടുക്കുകയോ കേൾക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പുതിയ നിയമത്തിലുള്ള ആത്മീകമായ ഫുൾഫിൽമെൻ്റ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പം ചില ആളുകൾ എബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇന്ന് നമുക്ക് വച്ചിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ്. എന്നാൽ പൗലോസ് എബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെ വ്യാഖ്യാനിക്കുന്നത് തികച്ചും ആത്മീകമായിട്ടാണ്. എബ്രായ ലേഖനത്തിൽ കാണുമ്പോൾ എബ്രഹാം ഒരു ഭവനം പോലും വേണ്ട എന്ന് വെച്ച് കൂടാരവാസിയായി താമസിച്ചത് ആ വാഗ്ദത്തങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ഫെയ്ത്താണ് നമുക്കുമുള്ളത്, പുനരുത്ഥാനത്തിലുള്ള ഫെയ്ത്താണെന്നാണ്. അപ്പോൾ എബ്രഹാമിൻ്റെ കഥ പഴയ നിയമത്തിൽ ഒരാൾ വായിക്കുമ്പോഴും പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ വായിക്കുമ്പോഴും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. ആ എബ്രഹാം എന്തുകൊണ്ട് തൻ്റെ പുത്രനെ യാഗം കഴിക്കാൻ വളരെ ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പുതിയ നിയമത്തിലാണുള്ളത്. ഹാബേലിൻ്റെ യാഗം എന്തുകൊണ്ട് കായിൻ്റെ യാഗത്തിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എബ്രായ ലേഖനത്തിലാണ് പറയുന്നത്. വിശ്വാസത്താലാണ് ഹാബേൽ കായിൻ്റേതിനേക്കാളും ശ്രേഷ്ഠമായ യാഗം കഴിച്ചത്. അപ്പോൾ പുതിയ നിയമം ഇല്ലാതെ പഴയ നിയമം മാത്രമായി പ്രസംഗിക്കാനോ അതിലെ അനുഗ്രഹങ്ങളെ ഐഹികമായി വ്യാഖ്യാനിച്ച് കർത്താവ് പ്രസംഗിക്കാത്ത ഒരു ഐഹിക രാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നോക്കുവാനോ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പഴയ നിയമ പ്രൊഫസീസിൽ കാണുന്ന ആക്ഷരികമായ കാര്യങ്ങളെ ആക്ഷരികമായിട്ടല്ല, അതിൻ്റെ ആത്മീകമായ കർത്താവ് കൊടുത്ത ഫുൾഫിൽമെൻറ്റിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ആ ഭൗതിക ഇസ്രായേലിലേക്ക് നോക്കുന്ന യഹൂദന്മാരെ പോലെ തന്നെയായി മാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളും. അവരും പഴയ നിയമത്തെ യഹൂദന്മാർ വായിക്കുന്ന പോലെ വായിക്കുന്നു. പഴയ നിയമത്തെ കർത്താവ് വന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് പഴയ നിയമ പുസ്തകങ്ങൾ പലരും വായിക്കുന്നത്. അവിടുത്തെ യാഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, പ്രൊഫസീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ, കർത്താവ് ചരിത്രത്തിൽ ഇടപെടുന്ന ഓരോ സംഭവങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ നേരെ നോക്കേണ്ടത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് കർത്താവിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ കാണുകയാണെങ്കിൽ അതിങ്ങനെയാണ്. പഴയ നിയമത്തിൽ അഭിഷിക്തന്മാരുണ്ടായിരുന്നു, നമുക്കറിയാം. അഭിഷിക്തന്മാരോട് മാത്രമാണ് ദൈവം സംസാരിച്ചിരുന്നത്. അഭിഷിക്തന്മാർ അവരെ പഠിപ്പിക്കുമായിരുന്നു. അഭിഷിക്തന്മാർ അവർക്ക് പ്രവചന ആലോചനകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അഭിഷിക്തന്മാർ അവരുടെ പാപങ്ങളെ കർത്താവിന് മുമ്പിൽ വെച്ച് അത് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അത് നീക്കം ചെയ്യുമായിരുന്നു, അല്ലെ ക്ഷമ ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു. അതല്ലെങ്കിൽ രാജാക്കന്മാർ, രാജാവായി അഭിഷിക്തരായവർ അവരെ ഭരിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലാണ് ഈ അഭിഷേകങ്ങൾ പൂർണ്ണമായിരിക്കുന്നത് നമുക്കറിയാം. ആ നിഴലുകളെല്ലാം ക്രിസ്തുവിൽ രാജാതിരാജാവായ, പ്രവാചകനായ, രക്ഷിതാവായ, കർത്താവായ, മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു ദൈവമായിരിക്കെ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിൽ എല്ലാ അഭിഷേകങ്ങളും നിറഞ്ഞ് ദൈവത്തിൻ്റെ എല്ലാ നിറവും നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും പഴയ നിയമം വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ സഭകളിൽ കാണുന്ന പ്രവാചകന്മാരെ അഭിഷിക്തന്മാരെന്ന് വിചാരിക്കുന്നു. സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നവരെല്ലാം അഭിഷിക്തന്മാരെന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളെ, അവരാരും അഭിഷിക്തന്മാരല്ല. ഇത് പഴയ നിയമത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് മനസ്സിലാകാത്തത് കൊണ്ടാണ്. പഴയ നിയമത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് മനസ്സിലാക്കാതെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അനേകം അഭിഷിക്തന്മാരെന്ന് പറയുന്ന ആളുകളെ ഇടനിലക്കാരായി കാണുവാൻ ആരംഭിക്കും. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പുതിയ നിയമത്തിലെ ശുശ്രൂഷകളൊന്നും അവർ അഭിഷിക്തന്മാരായതുകൊണ്ടല്ല, അവർ ആത്മാവിനാൽ കൃപാവരപ്രാപ്തരായതുകൊണ്ടാണ് ചെയ്യുന്നത്.
കൃപാവരങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ശരീരത്തിലും കൃപാവരങ്ങളുണ്ട്. അഭിഷിക്തൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ അഭിഷേകമാണ് നമ്മളെല്ലാ വിശ്വാസികളുടെ മേലും വസിക്കുന്നത്. അല്ലാതെ ശുശ്രൂഷിക്കുന്നവർ അഭിഷിക്തരാണ് എന്നുള്ളൊരു പ്രയോഗം പുതിയ നിയമത്തിലില്ല. ഇതും പഴയ നിയമത്തിൽ നമുക്കുണ്ടായ ആ പഴയ നിയമം വായിക്കുമ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണകളാണ്. പഴയ നിയമത്തിലെ ഫുൾഫിൽമെൻറ്റ് മനസ്സിലാക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് ഇടിവിൽ നിൽക്കുക എന്നുള്ള പ്രയോഗം. പഴയ നിയമത്തിൽ ഇടിവിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. മോശെ, ഏലിയാവ്, എബ്രഹാം സൊദോമിനും ഗൊമോറയ്ക്കും വേണ്ടി, ലോത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കർത്താവിനും അവർക്കും ഇടയിൽ നിന്നു. എന്നാൽ നമുക്കിന്ന് കർത്താവിനും നമുക്കുമിടയിലൊരു സ്പേസ് ഇല്ല. കർത്താവിനും നമുക്കുമിടയിൽ കർത്താവായ യേശുമിശിഹ മധ്യസ്ഥനായി ഇടുവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക്, ഏറ്റവും സമീപസ്ഥനായ ഇമ്മാനുവേലായ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ മതി. ആ കർത്താവ് നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് തരുന്ന ആ വെളിപ്പാടിലൂടെ നമ്മൾ കർത്താവിനെ കാണുമ്പോൾ, ആ കർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആ പുതിയ നിയമത്തിൻ്റെ ഫ്രീഡത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ഇടിവിൽ നിൽക്കുന്നതും ഇന്ന് കാണുന്ന. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പഴയ നിയമം ഫുൾഫില്ല് ചെയ്യാമെന്നില്ല നമുക്ക് തോന്നുന്ന വേറൊരു കാര്യമാണ് രക്തം തളിക്കുക എന്ന് പറയുന്ന പരിപാടി. പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങളുടെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ രക്തം തളിക്കണമേ, ഞങ്ങളുടെ വസ്തുവകകളുടെ മേൽ കർത്താവിൻ്റെ രക്തവളപ്പിൽ സൂക്ഷിക്കണമേ. ഇതെല്ലാം പഴയ നിയമത്തിലെ ആ കാളയെ അറുത്തിട്ട്, ആടിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയ ആ പെസഹായുടെ ഓർമ്മ, അന്ന് രക്തം പുരോഹിതന്മാരെടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഓർമ്മ, ആ ഓർമ്മ വെച്ചുകൊണ്ട് ഇതൊരിക്കലായി യേശുക്രിസ്തുവിൻ്റെ രക്തം ആ വിശുദ്ധ മന്ദിരത്തിൽ വലിപ്പവും തികവുമുള്ള കൂടാരത്തിൽ, ആ നിത്യമായ കൂടാരത്തിൽ ഒരിക്കലായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, നമുക്ക് പുതിയ ഉടമ്പടിക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും ആ രക്തമെടുത്തുകൊണ്ട് നടക്കുന്ന പുരോഹിതന്മാർ ഇന്നില്ലെന്നും, അതുകൊണ്ട് നമുക്ക് ആരെയും രക്തത്താൽ മുദ്രയിടാനോ രക്തത്താൽ മറവിൽ മറയ്ക്കാനോ രക്തക്കോട്ട കെട്ടാനോ ഒന്നുമുള്ള അവകാശമില്ലെന്നും നമുക്കറിയില്ല. കാരണം എന്താണ്? നമ്മളിപ്പോഴും പഴയ നിയമത്തിലെ പുരോഹിതന്മാർ രക്തം കൊണ്ട് നടക്കുന്ന ഓർമ്മയാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൻ്റെ ടീച്ചിങ്സ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന, അതുപോലെ തന്നെ ദേശാധിപ ശക്തി, പാർസി രാജ്യത്തിൻ്റെ പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു. ഇന്ന് തടയാൻ പറ്റുമോ? ഇല്ല. കാരണം ആത്മാവായി കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏതോ രാജ്യത്തിൻ്റെ പ്രഭു നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നത്? അന്ന് ദൈവവും മനുഷ്യരും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇങ്ങനെ പഴയ നിയമം പുതിയ നിയമം നമ്മുടെ കൂടിക്കുഴഞ്ഞ് നമ്മുടെ തിയോളജി വളരെ വിചിത്രമായി. വേറൊരു കാര്യം, ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പാരമ്പര്യ ശാപങ്ങൾ എന്ന് പറയുന്ന പരിപാടി. ഈ പാരമ്പര്യ ശാപങ്ങൾ എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, പഴയ നിയമത്തിലുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഈ പ്രമാണങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അവരെ ഞാൻ തലമുറയോളം സന്ദർശിക്കും എന്ന് പറയുന്നുണ്ട്, അവരെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് പുതിയ നിയമത്തെക്കുറിച്ചുള്ളൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യമാണ്, പാരമ്പര്യ ശാപങ്ങൾ എന്ന വാക്കിന് മേലാൽ ആരും മിണ്ടരുത് എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 29-ാം വാക്യം പറയുന്നു, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചുവെന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്, ഒരാളുടെ അകൃത്യത്തിന് വേറൊരാൾ ഇരയാകുന്നില്ല. അടുത്ത വാക്യം, പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. എപ്പോഴാണ്? ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ആ നിയമത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ പാരമ്പര്യ ശാപങ്ങളില്ല. നിങ്ങൾ ശാപമെന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ശാപം, അല്ലാതെ പാരമ്പര്യ ശാപങ്ങളൊന്നുമില്ല. ക്രിസ്തുവിൽ സ്വതന്ത്രരായവർ എന്നേക്കും സ്വതന്ത്രരാണ്. ഇന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എവിടെയെല്ലാമാണ് ഈ പഴയ നിയമത്തിൻ്റെ നിഴലുകൾ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട് ആ നിഴലുകളുടെ ചുറ്റും നടന്ന് നമ്മൾ ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്ന എത്രയോ മേഖലകൾ നമ്മുടെ ആത്മീക ജീവിതത്തിലുണ്ട്. ഈ മധ്യസ്ഥന്മാർ, ഈ ശുശ്രൂഷകർ, പുരോഹിതന്മാരെ പോലെ അഭിനയിക്കുന്നവർ എല്ലാ സഭകളിലും ഉണ്ട്. ദൈവത്തിനും മനുഷ്യരുടെ മേലുള്ള പുരോഹിതന്മാർ, അവർ കഴിക്കുന്ന യാഗങ്ങൾ, ധൂപങ്ങൾ, ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? പുതിയ നിയമം ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഈ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാതെ പഴയ നിയമത്തിൻ്റെ തിരശീലകൾ ഇന്നും മാറാത്ത സഭകൾ മനുഷ്യരെ അസ്വാതന്ത്ര്യത്തിലേക്ക്, അത് അഭിഷിക്തന്മാരെന്ന് അഭിനയിക്കുന്ന പാസ്റ്റർമാരായാലും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്മാരെന്ന് പറയുന്ന അച്ഛന്മാരായാലും ഏത് കൂട്ടരായാലും എല്ലാ സഭയിലും ഈ അടിമത്തത്തിൻ്റെ വാഴ്ച
വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അവർക്ക് ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരായിട്ട് മാറാൻ പറ്റുന്നില്ല. അത് വേറെ ആളുടെ സഹായം അതിനാവശ്യമായി വരുന്നു. ഇതെല്ലാം നമുക്ക് പുതിയ നിയമം എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഐഹികമായ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ പലപ്പോഴും ഈ പഴയ നിയമത്തിൻ്റെ അവസ്ഥകൾ മാറാത്തത് കൊണ്ടാണ് ദൈവം രാജാക്കന്മാരെ വാഴിക്കുന്നെന്നും പുതിയ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും നമ്മുടെ ഭരണകർത്താക്കൾ മാറി പുതിയ ഭരണകർത്താവ് വരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിലെ പോലെയാണെന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഐഹികമായ ക്രിസ്തീയ രാജ്യമെന്ന് പറഞ്ഞൊരു ഐഡിയ കർത്താവിനില്ല. പലരും പറയാറുണ്ട് ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമാകണം. ഒരു നിർബന്ധവുമില്ല. അങ്ങനൊരു രാജ്യം ലോകത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ രാജ്യം ഐഹികമല്ല. ഇവിടെ എല്ലാം കർത്താവിൻ്റെ വ്രതന്മാർ വേർതിരിക്കപ്പെടണം. അവരെല്ലാവരും സുവിശേഷം കേൾക്കണം, വിശ്വസിക്കണം. അവിടെ എല്ലാം നമ്മൾ കടന്നു ചെല്ലണം. പക്ഷേ ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യം? സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഐഹിക രാജ്യം, ഈ ഒരു പർട്ടിക്കുലർ രാജ്യം കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. കാരണം ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നതും സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ദൈവത്തിന് ഒരു രാജ്യത്തോടും പ്രത്യേകിച്ച് റെസ്പെക്റ്റ് ഒന്നുമില്ല. ഗോഡ് ട്രീറ്റ്സ് എവ്രി വൺ ഈക്വലി. അത് പ്രത്യേകിച്ചും കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം യഹൂദനെന്നുമില്ല യവനെന്നുമില്ല. കർത്താവിൻ്റെ കൃപ സകല മനുഷ്യരും ഒരുപോലെ തേടി ചെന്നിരിക്കുന്നത് കൊണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത്, രാജ്യാതിർത്തികളെന്ന് പറയുന്നത് നമുക്കൊരു രാജ്യത്ത് സിറ്റിസൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി യാതൊരു വിധത്തിലുള്ള രാജ്യാതിർത്തികളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാതികൾ, വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോ ജാതികളിലെടുത്തും ഈ സുവിശേഷം എത്തുക എന്നുള്ളത് മാത്രമാണ്. അതേസമയത്ത് നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. കാരണം ഇന്ത്യയിൽ ജനിച്ച നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഓരോ ദേശത്തിനും അതാത് രാജ്യത്തോടുള്ള ആ സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് കർത്താവിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാജ്യത്തോടും സ്നേഹമില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ കർത്താവിന് പ്രത്യേകിച്ച് ആരോടും മുഖപക്ഷവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭരണാധികാരികളെ മാറ്റണമെന്നും നമ്മൾ സമരം ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നൊക്കെ തോന്നുന്നു പുതിയ നിയമം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ നിഴലുകൾ ഇപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുകയും അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇന്നും മതപരമായ അടിമത്തത്തിനും പരീശത്വത്തിനും ശാസ്ത്രിമാരും പുരോഹിതന്മാരും നിയന്ത്രിക്കുന്ന ആ മതത്തിനും അടിമകളായി അനേകം ആളുകൾ വസിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, പുതിയ നിയമവുമായി അതെങ്ങനെയാണ് കണക്റ്റ് ആകുന്നത്? ക്രിസ്തുവിൻ്റെ ക്യാരക്ടറുമായിട്ട് അത് യോജിക്കുന്നുണ്ടോ? ഈ അനുഗ്രഹങ്ങളെല്ലാം പഴയ നിയമത്തിൽ ഐഹിക ഇസ്രായേലിന് കൊള്ളാം, എന്നാൽ ആത്മിക ഇസ്രായേലിന് അനുഗ്രഹങ്ങൾ കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ശരിക്കും ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്? ആത്മാവ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെ ശരിക്കും എടുത്തു കളയല്ല ചെയ്തത്, അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഫുൾഫിൽമെൻ്റ് എവിടെയാണ്? ഫുൾഫിൽമെൻറ്റ് ക്രിസ്തുവിലാണ്. ഐഹികമായ ഒരു രാജ്യത്തിലല്ല, അത് ആത്മീകമായ ദൈവത്തിൻ്റെ രാജത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്കും വരുന്ന ഒരു ആത്മീകമായ ഒരു രാജ്യത്തിൻ്റെ ഫുൾഫിൽമെൻ്റാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഐഹികമായ രാജ്യത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഐഹികമായ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള രാജ്യമാണ്. അതിന് ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസിൽ ഒരു മതത്തിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഐഹികമായ രാജ്യം കർത്താവിൻ്റെ രാജ്യം എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം 10 കൽപ്പനകൾ പ്രമാണിക്കുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ മോശയുടെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതേസമയത്ത് പുതിയ നിയമത്തിൽ കർത്താവിനി പറഞ്ഞേക്കുന്ന കൽപ്പനകൾ, അത് നമ്മൾ മുമ്പോട്ട് വായിക്കുന്ന കൽപ്പനകൾ ഒരിക്കലും ഒരു രാജ്യത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം അത് ആത്മീക പ്രമാണങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിലൂടെ എന്താണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഈ പെന്തക്കോസ് സഭ നന്നാകണം, ഈ ഞങ്ങളുടെ സഭയിൽ ഒരു റീഫർമേഷൻ വേണം. പ്രിയ സഹോദരങ്ങളെ, ഈ സംഘടനകളെ മുഴുവൻ നന്നാക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ജനിച്ചവരും വീണ്ടും ജനിക്കാത്തവരുമുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അല്ല കർത്താവ് നന്നാക്കുന്നത്, വീണ്ടും ജനിച്ച മക്കളെയാണ് വിശുദ്ധീകരിക്കുന്നത്. ആ വീണ്ടും ജനിച്ച മക്കൾ എല്ലാ സഭകളിലും സ്കാറ്റേഡാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ നോക്കി യഹൂദന്മാരെ അന്ന് കർത്താവ് തിരഞ്ഞെടുത്ത പോലെ ഇന്ന് ഓരോരോ കമ്മ്യൂണിറ്റി, ഓരോരോ ബ്രാൻഡ്, ഓരോരോ ഓർഗനൈസേഷനെ നോക്കി അല്ല കർത്താവ് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാരെ നോക്കിയാണ്, വിശ്വാസികളെ നോക്കിയാണ്, കർത്താവ് വീണ്ടെടുത്തവരെ നോക്കിയാണ്, അവൻ്റെ ജനം, അവൻ്റെ മക്കൾ എന്നൊരൊറ്റ കാഴ്ചപ്പാട് മാത്രമാണ് ഐഹികമല്ലാത്ത ഈ രാജ്യത്തിൽ കർത്താവിനുള്ളത്. ഒറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത്, നിങ്ങളിപ്പോഴും നിഴലുകൾ ഭയപ്പെടുത്തുന്ന ആ പഴയ നിയമ കാലഘട്ടത്തിലാണോ, അതോ ക്രിസ്തുവിൻ്റെ വെളിച്ചം കടന്നതെന്ന് പൂർത്തീകരിക്കപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യമാകുന്ന വെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ടും ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്ന ചില വാക്യങ്ങൾ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യമായിട്ടും ഈ പഴയ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതോടൊപ്പം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുള്ള അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം.
കർത്താവ് പറഞ്ഞ നമ്മൾ വായിച്ചു നിർത്തിയവിടെയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇപ്പം ന്യായപ്രമാണം എല്ലാം കറക്റ്റാണ്, അതങ്ങനെ തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും അത് ഫുൾഫിൽഡായിട്ട് മാത്രമേ അത് നീങ്ങിപ്പോവുകയുള്ളൂ. അപ്പോൾ ഇനിയും ഫുൾഫില്ലാകാൻ ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ വരവ്, രണ്ടാമത്തെ വരവ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇത് പൂർത്തീകരണത്തിൽ വരുന്നവരെയും ആ നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്തോറും ഈ നിഴലുകളെ വ്യാഖ്യാനിക്കുമ്പോൾ, പഴയ നിയമ പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ പുതിയ നിയമത്തിൻ്റെ ആ റെവലേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാവൂ. അല്ലെങ്കിൽ പല തരത്തിലുള്ള അടിമത്തത്തിലേക്ക് നമ്മൾ വീണുപോകുമെന്നുള്ളത് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നും നിങ്ങൾ ഏതെങ്കിലും അഭിഷിക്തൻ എന്ന് പറയുന്ന ഒരാളുടെ അടിമയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോഴും ആ അഭിഷിക്ത ശുശ്രൂഷകളുടെ ഫുൾഫിൽമെൻറ്റ് ക്രിസ്തുവിൽ നടന്നു എന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു കൃപാവരത്തെ കൂടുതൽ ബഹുമാനിക്കുകയും അവർക്ക് സബ്മിറ്റ് ആവുകയും ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. നിങ്ങളും കൃപാവരമുള്ള ആളായിരിക്കാം, പക്ഷേ അയാൾ നിങ്ങളെ ഡൊമിനേറ്റ് ചെയ്യുകയായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, സഭ എന്ന് പറയുന്നത് ക്രിസ്തു മാത്രം തലയായ അനേകം അവയവങ്ങൾ ഒന്നിച്ചേരുന്ന, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗനിസമാണ്. അത് ചില സംഘടനകൾ നടത്തുന്ന പോലെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതിയ നിയമം പഴയ നിയമം തമ്മിലുള്ള കൺഫ്യൂഷൻ പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ഇതെല്ലാം പഴയ നിയമമായിട്ട് കണക്ട് ചെയ്ത് ആ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുവാൻ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെ തരുന്ന കർത്താവിനെ ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി, വീണ്ടെടുപ്പിനായി, കർത്താവെ, അങ്ങ് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായി, നിവൃത്തിയായി പുത്രനെ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നതിനായി, കർത്താവെ, പ്രിയ പുത്രൻ്റെ മധ്യസ്ഥതയിൽ, അഭിഷിക്ത ശുശ്രൂഷയിൽ ഞങ്ങളെല്ലാവരുടെയും കടങ്ങൾ മായ്ക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ എന്നേക്കുമായി സ്വാതന്ത്ര്യത്തോടെ നിർത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.